നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുകയാണ്. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതല്ല. അന്തർധാരയുണ്ട് എന്ന് ആനി രാജ തന്നെ പറഞ്ഞ വിഷയത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തെളിവ് സഹിതം വ്യക്തമായിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി DGPയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി അറിയേണ്ടത് ADGPയുടെ തല ഉരുളുമോ എന്നാണ്. കാത്തിരുന്നു കാണാം. ആദ്യം തലക്കെട്ടുകൾ. ADGP RSS കൂടിക്കാഴ്ചയിൽ സർക്കാരും CPIM-ഉം ഊരാക്കുടുക്കിൽ. MR അജിത് കുമാറിനെതിരെ നടപടിയുടനെന്ന സൂചന. കൂടിക്കാഴ്ചയിൽ CPIക്കും അമർഷം. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷവും. മാമി തിരോധാന കേസിന്റെ ചുരുളഴിയുമോ? ഇന്ന് തുടരന്വേഷണം ആരംഭിക്കും. മാമി ഇടപെട്ട ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമിയായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ 300 CR ഡീലായിരുന്നു. ആ സംഭവങ്ങളൊന്നും നമുക്കറിയാം, അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്ക് നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ. SFI വനിതാ നേതാവിന് നൽകിയ അധിക മാർക്ക് ഗവർണർ റദ്ദാക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാലയിൽ മുൻ വനിതാ നേതാവിന് 8 വർഷങ്ങൾക്ക് ശേഷം കൂട്ടി നൽകിയത് 17 മാർക്ക്. മണിപ്പൂർ വീണ്ടും അശാന്തം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7. രാജ്യവാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ബൈരേൻ സിംഗ്. ദക്ഷിണ ചൈനയിൽ കനത്ത നാശം വിതച്ച് യാഗി കൊടുങ്കാറ്റ്. മരണം 4. 10 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസിൽ മരിച്ചത് 16 പേർ. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ അരീന സബലെങ്കയ്ക്ക് കിരീടം. പരാജയപ്പെടുത്തിയത് US-ന്റെ ജെസിക്ക പെഗുലെ. കീഴടക്കിയത് ട്രൈ ബ്രേക്കർ പോരാട്ടത്തിൽ. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകില്ലെന്ന സൂചന. DGPയും മുഖ്യമന്ത്രിയും ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. MR അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകി. ADGP RSS നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ CPIക്കും കടുത്ത അമർഷമുണ്ട്. പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ കണ്ടത്. ഈ വിഷയത്തിൽ സജീവമായി ചർച്ചയുണ്ടായി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ ADGP കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു താൻ RSS നേതാവിനെ കണ്ടു എന്ന കാര്യം. കുറേ നാളായി അന്തരീക്ഷത്തിലുള്ള ഒരു വിഷയമാണ്. ഒപ്പമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചത്. അത്തരം ഒരു കൂടിക്കാഴ്ച ഇല്ലെങ്കിൽ അത് പറയണം എന്ന് സതീശൻ തുടർച്ചയായി പറയുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് ADGP തന്നെ RSS നേതാവിനെ കണ്ടു എന്ന വിവരം പുറത്തുവിടുന്നത്. ഡാന് സർക്കാരിലും CPM-ലും ഇതുണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. കാരണം തൃശ്ശൂർ പൂരമടക്കമുള്ള വിഷയങ്ങളിൽ ഇതൊരു നെക്സസ് പ്രവർത്തിച്ചു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട്. അതിന് ഉപോത്ബലകമായ തെളിവുകൾ പുറത്തു വരുന്നത് ഏത് തരത്തിലാണ് സർക്കാരിനെയും CPM-നെയും ബാധിക്കുന്നത്? രഞ്ജിത്ത്, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയൊക്കെ തള്ളിവിട്ടിരിക്കുകയാണ്, സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങൾ. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ്, അതോടൊപ്പം ക്രൈംബ്രാഞ്ചിന്റെ തലവൻ ADGP ആയിട്ടുള്ള H വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്വാഭാവികമായി നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നുവെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്ന ചോദ്യമുണ്ട്. അവിടെ വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഈ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും അതോടൊപ്പം തന്നെ സന്ദീപ് നായർക്കും അടക്കം തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാറാണ്, ശിവശങ്കർ മുഖേന എന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം അതടക്കം വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് സർക്കാരിനെ. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ നടപടിയെടുത്താൽ അത് MR അജിത് കുമാറിനെ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ?
പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെക്കുറിച്ചും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങൾക്ക് തുടക്കമിട്ട PV അൻവർ MLA മൊഴി DIG 10 മണിക്കൂർ തൃശ്ശൂരിൽ 10 മണിക്കൂർ എടുത്ത് രേഖപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹം കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ, തെളിവുകൾ ഇതടക്കം വിശദമായി പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനിടയിലാണ് MR അജിത് കുമാർ അടുത്ത ആഴ്ചയിൽ 4 ദിവസം അവധിക്ക് അപേക്ഷ നൽകിയത്. നേരത്തെ തന്നെ നൽകിയ അപേക്ഷയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളുമായി അതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ, ചേർത്ത് വായിക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഡാൻ ഈ വിവാദം അത് പുറത്തു കൊണ്ടുവരുന്നു, അത് ഒടുവിൽ ADGPയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു, മുഖ്യമന്ത്രിയെയും BJP നേതാക്കളെയും മൗനത്തിലാക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് പ്രതിപക്ഷ നേതാവിന് നൽകാം. കാരണം ഈ വിവാദത്തിൽ വെല്ലുവിളിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നേതാവിൻ്റെ, പ്രത്യേകിച്ച് VD സതീശൻ്റെ. കാരണം ഇത് കൂടിക്കാഴ്ചയില്ലെങ്കിൽ നിഷേധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിന് മറുപടി നൽകാൻ തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് CPM-ഉം BJP-യും, CPM-നൊപ്പം ഇതിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വെട്ടിലായിരിക്കുന്ന ഒരു പാർട്ടി BJP കൂടിയാണല്ലോ, തൃശ്ശൂരിലെ വിജയമടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നുണ്ട്. കെ മുരളീധരൻ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിന് ഒരു പോസിറ്റീവായി സംഭവിക്കുന്നു കാര്യങ്ങൾ, BJP-ക്കും CPM-നും ഇടയിൽ അന്തർധാരയുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിന് പലതരത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്യുന്നത് എങ്ങനെയാണ് ആ രണ്ട് പാർട്ടികളെയും ബാധിക്കുന്നത്? രഞ്ജിത്ത്, LDF കൺവീനറായിരുന്ന EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി അല്ലാതിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് എന്നത് വലിയ തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ, വോട്ടിംഗ് നടക്കുന്നതിനിടയിൽ വലിയ തരത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു, മുന്നണിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയിരുന്നു. കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ EP ജയരാജന് LDF കൺവീനർ സ്ഥാനം തന്നെ നഷ്ടമാകുന്ന സാഹചര്യവുമുണ്ടായി. അതിനിടയിലാണ് ഈ ഒരു വിവാദം കൂടി, അതായത് ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ വെച്ച് RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം കൂടി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം. അവിടെ പ്രതിപക്ഷ നേതാവ് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ആരോപണം, വിമർശനമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൈവശം അതിന്റെ മറ്റ് തെളിവുകളുണ്ട്, അത് ഞാൻ സമയത്ത് പുറത്തുവിടുമെന്നാണ്. അതായത് ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം തങ്ങളുടെ പക്കലുണ്ട്. ആവശ്യ സമയത്ത് അത് പുറത്തുവിടും, നിഷേധിക്കാമെങ്കിൽ നിഷേധിക്ക് എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയത്. പിന്നീട് അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നേർക്കുനേർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇന്നലെ ആറന്മുളയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് അതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്. RSSന്റെ ഒരു നേതാവുമായി സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയാൽ അതിൽ എന്ത് അസ്വാഭാവികതയുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ്. അതിനപ്പുറത്തേക്ക് ആ കൂടിക്കാഴ്ചയെ മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് BJP നേതൃത്വവും RSS നേതൃത്വവും ഇപ്പോഴുള്ളത്. RSSന്റെ ദേശീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഈ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് എന്ന അവകാശവാദം അവർ മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു RSS നേതാവുമായി സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ സംസാരിച്ചാൽ, അല്പസമയം സംസാരിച്ചാൽ അതിൽ എന്ത് അസ്വാഭാവികത ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ്, വിശദീകരണമാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനെ വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ സംഭവിച്ചു, തൃശ്ശൂരിലെ വിജയത്തിന്റെ കാരണം അതാണ്, അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളോ അല്ലെങ്കിൽ അതിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രതികരണങ്ങളോ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ജാഗ്രതയോടെ മാത്രമാണ് പ്രതികരണങ്ങൾ. ഈ അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രി DGPയുമായി കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു. നടപടി ഉണ്ടാകാതിരിക്കുക എന്നത് സർക്കാരിന് ആത്മഹത്യാപരമാണ്. ഇത്ര വലിയ തലത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരം കാര്യങ്ങൾ സജീവമായി ചർച്ചയായിട്ടുണ്ടോ? ഉടൻ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ ഉണ്ടാകുമോ ഡാൻ?
രഞ്ജിത്ത്, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് PV അൻവർ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ADGP MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അവിടെ ചെറിയ മീനായിരുന്നു SP സുജിത് ദാസ്. പക്ഷേ ആ MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ SP സുജിത് ദാസും PV അൻവറും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അദ്ദേഹം പുറത്തുവിട്ടെന്നേ ഉള്ളൂ. പിന്നീട് അത് വിവാദമാകുന്നു, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടി എന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആരോപണ വിധേയനായ അൻവർ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട ലക്ഷ്യമായ ADGP MR അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെ ആ ചുമതലയിൽ ഇത്രയും ആരോപണങ്ങൾക്ക് ശേഷവും തുടരാൻ കഴിയുന്നു എന്ന ചോദ്യമുനയ്ക്ക് മുമ്പിലാണ് സർക്കാരിനെ വെട്ടിലാക്കുന്ന, ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ചിലത് MR അജിത് കുമാറിന്റെ പക്കലുണ്ട് എന്ന സംശയം അഭ്യൂഹം ബലപ്പെടുത്തുന്നത്. അതിനിടയിലാണ് ഇന്നലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സരിത് PS UI കോൺസുലേറ്റിന്റെ മുൻ PRO നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് കൂടുതൽ വിവാദമായി മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. അതായത് സ്വപ്ന സുരേഷിനും സംഘത്തിനും ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി നൽകിയതിൽ MR അജിത് കുമാറിന് നിർണായകമായ പങ്കുണ്ട് എന്ന തരത്തിൽ സ്വപ്ന അത് ശരിവെച്ചുകൊണ്ടും പ്രസ്താവന നടത്തുന്നു. സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിന് തിടുക്കത്തിൽ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ കഴിയാതെ പോകുന്നതിന് പിന്നിൽ ഈ കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടി വരും ഇപ്പോഴുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ട്, ഏറ്റവും ഒടുവിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു ADGP ചെന്ന് കയറിയ ഒരു കുടുക്ക് അത് ചെറുതല്ല. സർക്കാരിനും CPM-ഉം ഒരുപോലെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട പശ്ചാത്തലമാണ്. മുഖ്യമന്ത്രി പക്ഷേ മൗനം തുടരുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് ആഴ്ചകളായി. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകണം. കോഴിക്കോട് നഗറിൽ നിന്നും കാണാതായ ഇടപാടുകാരൻ മാമി ഇടപെട്ട അവസാനത്തെ ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. 300 കോടി രൂപയുടേതായിരുന്നു കച്ചവടം. മാമി മരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഭൂമി ഇടപാട് പൂർത്തിയാവുകയും ചെയ്തു. ഓഗസ്റ്റ് 21-ന് ദുബായിൽ പോയ ശേഷം മടങ്ങിയെത്തിയ മാമി സന്തോഷവാനായിരുന്നില്ല. 28-ന് വീണ്ടും ദുബായിലേക്ക് പോകണമെന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ പോലീസ് അറിയിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ചർച്ചകളൊന്നും ഈ കേസ് അന്വേഷണത്തിന്റെ മേഖലകളിൽ വന്നതായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ കേട്ടതായിട്ട് ഉണ്ടായിരുന്നത് ഒരു IMAയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ബൈപ്പാസിൽ എന്നുള്ളത്. അതിൻ്റെ മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമിയായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പം അത് മാമി പോയതിനു ശേഷം ആരാണ് ആ ഡീലുകളൊക്കെ നടത്തിയത്, മാമിയുടെ സ്ഥാനത്തേക്ക് ആര് കയറി വന്നു, ശരിക്കും കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാണാതാവുന്നതിൻ്റെ ഒരു 2 വീക്സ് മുമ്പേ അദ്ദേഹം ദുബൈയിൽ പോയിരുന്നു. അപ്പം ആരൊക്കെയായിരുന്നു ദുബൈയിൽ പോയിരുന്നത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആരൊക്കെ മീറ്റ് ചെയ്തു, അവിടെ നിന്നൊക്കെയാണ് സംഭവിച്ചത്. അതിന് തിരിച്ചു വന്നതിന് ശേഷം 28-ാം തീയതി വീണ്ടും ദുബൈയിലേക്ക് തന്നെ പോകാനുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2-3 വീക്സിൻ്റെ ഉള്ളിൽ മാമി ബന്ധപ്പെട്ട ആൾക്കാരും പോയ മേഖലകളും അതുപോലെ ഉള്ള അന്വേഷണം ശരിക്കും ആ ലെവലിലൊരു അന്വേഷണം ശരിക്കും നടക്കേണ്ടിയിരുന്നു. ഇതിൽ 300 CR ഡീലായിരുന്നു ആ സംഭവങ്ങൾ. നമുക്കറിയാം, അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ. അപ്പം നല്ലൊരു എമൗണ്ട് മാമിക്ക് അതിൽ നിന്ന് വരാനുണ്ട് എന്നുള്ള രീതിയിൽ മാമി ഫാമിലിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാമി തിരോധാനം വീണ്ടും സജീവമായി ചർച്ചയാകുന്നത് ADGP ഈ വിഷയത്തിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ, ADGPക്ക് മാത്രമല്ല സുജിത് ദാസിനടക്കം ഈ വിഷയത്തിൽ ബന്ധമുള്ള തലത്തിൽ PV അൻവർ മുന്നോട്ട് വെച്ച ആരോപണത്തോടുകൂടിയാണ് MS അനീഷ് കുമാർ ചെയ്യുകയാണ്. അനീഷ്, ഇപ്പോൾ കുടുംബത്തിനും സംശയമുണ്ട്. അവർക്ക് വിശ്വാസയോഗ്യമായ തലത്തിലുള്ള അന്വേഷണം ഈ മാമി തിരോധാനത്തിൽ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ കോടികളുടെ ഇടപാടിലേക്ക് കടക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്ന പശ്ചാത്തലമൊക്കെ വരുമ്പോൾ ഇതിന്റെ ഗൗരവം കൂടുകയാണ്. ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, കേസിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അന്വേഷണം ചുരുക്കുന്ന ഒരു രീതിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് മാമിയുടെ കുടുംബം പറയുന്നത്. മറിച്ച് ഈ ബിസിനസ് ഇടപാടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്ന ആവശ്യം ഒരു ഘട്ടത്തിലും അംഗീകരിക്കപ്പെടുക അനീഷ് കേൾക്കാമോ? MS അനീഷ് കുമാറിലേക്ക് വരണം. മാമി തിരോധാന കേസിൽ ഇന്ന്
ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണം ആരംഭിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചാണ് മാമി തിരോധാനം സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 300 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തിയതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇത്തരത്തിൽ കാണാതാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ PV അൻവർ MLA ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർത്തുകയും മുൻ SP സുജിത് ദാസിനെതിരെ വലിയ ആക്ഷേപം സംഭവിപ്പിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഈ വിഷയം സജീവമാവുകയും ഒരു തുടരന്വേഷണം എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരത്തെ അന്വേഷണത്തിൽ കാര്യമായി ഒന്നും കണ്ടെത്തിയില്ല. ഇപ്പോൾ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണവുമായി വന്നിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ചർച്ചകളൊന്നും ഈ കേസന്വേഷണത്തിന്റെ മേഖലകളിൽ വന്നതായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ കേട്ടതായിട്ട് ഉണ്ടായിരുന്നത് ഒരു IMAയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ബൈപ്പാസിൽ എന്നുള്ളത്. അതിൻ്റെ മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമി ആയിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പം അത് മാമി പോയതിനു ശേഷം ആരാണ് ആ ഡീലുകളൊക്കെ നടത്തിയത്, മാമിയുടെ സ്ഥാനത്തേക്ക് ആര് കയറി വന്നു, ശരിക്കും കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാണാതാവുന്നതിൻ്റെ ഒരു 2 വീക്സ് മുമ്പേ അദ്ദേഹം ദുബൈയിൽ പോയിരുന്നു. അപ്പം ആരൊക്കെയായിരുന്നു ദുബൈയിൽ പോയിരുന്നത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആരൊക്കെ മീറ്റ് ചെയ്തു, അവിടെ നിന്നൊക്കെയാണ് സംഭവിച്ചത്. അതിന് തിരിച്ചു വന്നതിന് ശേഷം 28-ാം തീയതി വീണ്ടും ദുബൈയിലേക്ക് തന്നെ പോകാനുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2-3 വീക്സിൻ്റെ ഉള്ളിൽ മാമി ബന്ധപ്പെട്ട ആൾക്കാരും പോയ മേഖലകളും അതുപോലെ ഉള്ള അന്വേഷണം ശരിക്കും ആ ലെവലിലൊരു അന്വേഷണം ശരിക്കും നടക്കേണ്ടിയിരുന്നു. ഇതിൽ 300 CRന്റെ ഡീലായിരുന്നു ആ സംഭവങ്ങൾ. നമുക്കറിയാം, അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്ക് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു അതിൽ. അപ്പം നല്ലൊരു എമൗണ്ട് മാമിക്ക് അതിൽ നിന്ന് വരാനുണ്ട് എന്നുള്ള രീതിയിൽ മാമി ഫാമിലിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ദുരൂഹതകൾ ഏറെ നിറഞ്ഞതാണ് ഈ മാമി തിരോധാനം, അക്കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ വീണ്ടും സജീവമാവുകയാണ്, അന്വേഷണം ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, കോടികളുടെ ഇടപാടുകളാണ് ഈ മാമിയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും കണ്ണായ ഇടത്താണ് 300 കോടി രൂപയുടെ ഇടപാട് മാമി ഇടപെട്ട് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്ത് മാമിക്കിതിൽ ഏതാണ്ട് 20 കോടിയോളം രൂപ ലഭിക്കുമെന്ന ഒരു കരാർ ഉറപ്പിച്ച ശേഷമായിരുന്നു ഈ കച്ചവടത്തിലേക്ക് നീങ്ങിയതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ ഇടപാട് മുറുകുന്നതിനിടയിൽ മാമി അപ്രത്യക്ഷനാവുന്നു. പിന്നീട് മാമി അപ്രത്യക്ഷനായി ഒരാഴ്ചക്കുള്ളിൽ ഇടപാട് നടക്കുകയും ചെയ്തു. ഇത്തരം ഇടപാടുകളെക്കുറിച്ചൊക്കെ ഈ ലോക്കൽ പോലീസിനോടും പ്രത്യേക അന്വേഷണ സംഘത്തോടും കുടുംബം പറഞ്ഞെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. ആരാണ് ഈ ഇടപാട് പൂർത്തിയാക്കാൻ പിന്നീട് മാമിക്ക് പകരമായി നിന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ മാമിയുടെ ചില സുഹൃത്തുക്കൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെയുള്ള കോഴിക്കോട് നഗരത്തിലെ ചില സുഹൃത്തുക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സജീവമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ CBIയിലേക്കും മറ്റും ആ കേസ് കൈമാറണമെന്നൊരു ആവശ്യം ഉയർന്നതോടെ ആ സുഹൃത്തുക്കൾക്ക് പിന്മാറുന്ന കാഴ്ച കുടുംബവും മാമിയുടെ ബിസിനസ് സുഹൃത്തുക്കളും മറ്റു 2 വശത്തായി തിരിയുന്ന ഒരു കാഴ്ചയിലേക്കൊക്കെ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് രംഗത്തെ ഇടപെടലുകൾക്ക് കൃത്യമായ ഒരു കാരണമുണ്ട് ഈ മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ സംശയം. ഒപ്പം ഈ കാണാതാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദുബായിലേക്ക് അദ്ദേഹം പോയിരുന്നു. ദുബായ് സന്ദർശനത്തിന് ശേഷം അത്ര സന്തോഷവാനായിരുന്നില്ല മാമി പുറത്ത് കാണപ്പെട്ടതെന്നും കുടുംബം പറയുന്നു. അതിനുശേഷം വീണ്ടും 28-ാം തീയതി ദുബായിലേക്ക് വീണ്ടും പോകണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് മാമിയെ കാണാതാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞെങ്കിലും അത് മുഖവിലേക്കെടുക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിലെ പരിശോധനകൾ നടത്തുന്നതിൽ നിന്നും പോലീസിനെ പിന്തിരിപ്പിച്ചത് എന്നാണ് കുടുംബം ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ADGP MR അജിത് കുമാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വലിയ വിശ്വാസ്യത കുറവ് ഈ കുടുംബത്തിന് ഉണ്ടുതാനും. കാരണം സർക്കാർ തലത്തിൽ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും പരാതി എത്തിയപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചതാണ്. എന്നാൽ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ADGP രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു എന്ന ബലമായ സംശയം തന്നെയാണ് കുടുംബത്തിനുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള സജീവമായ പരിശോധന പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് ഈ കുടുംബം കരുതുന്നത്. കാരണം ഈ പ്രാഥമികമായുള്ള മൊഴിയെടുപ്പ് പോലും കൃത്യമായി നടന്നിട്ടില്ല എന്ന വിമർശനം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. 300-ലധികം ആളുകളുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയെന്നാണ് ലോക്കൽ
പോലീസ് പറയുന്നത്. പക്ഷേ ഇതിൽ 90% ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയത് മൊബൈൽ ഫോണിലൂടെയാണ്. കാരണം ഇത്ര പ്രാധാന്യമുള്ളൊരു വ്യക്തിയെ കാണാതായിട്ടും മൊബൈലിലൂടെ മാത്രം മൊഴി രേഖപ്പെടുത്തിയാൽ എങ്ങനെ സത്യം പുറത്തു വരുമെന്ന ചോദ്യം ആ കുടുംബം മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്തായാലും മാമിയുടെ തിരോധാനം ഒരുപാട് നാളുകൾ ശൂന്യതയിൽ നിൽക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് ഇത്തരം നടപടികൾ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത്. കാരണം ഈ സുവർണ നിമിഷങ്ങൾ, ഒരു കുറ്റകൃത്യം നടന്ന് ആദ്യ ദിവസങ്ങൾക്കുള്ളിൽ ശേഖരിക്കേണ്ട ചില തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള സാധ്യത ഈ കുടുംബം മുന്നിൽ കാണുന്നുമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലെ വീഴ്ചകളൊക്കെ പുതിയ അന്വേഷണ സംഘം പരിഹരിക്കും. വളരെ കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന് ഉള്ളത്. തീർച്ചയായും അതാണ് കുടുംബത്തിന്റെ ആരോപണമുണ്ട്. മാമി തിരോധാനത്തിൽ അന്വേഷണം അത് നേരത്തെ നടന്നതിനോട് അസംതൃപ്തി അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തുടരന്വേഷണം എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ വിഷയത്തിൽ ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI വനിതാ നേതാവിന് നൽകിയ അധിക മാർക്ക് ഗവർണർ ഇടപെട്ട് റദ്ദാക്കി. വിമൻസ് സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന SFIയുടെ മുൻ വനിതാ നേതാവ് K ഡയാനയ്ക്ക് നൽകിയ മാർക്കാണ് ഗവർണർ റദ്ദാക്കിയത്. 2009 MA പരീക്ഷയിൽ ലഭിച്ച മാർക്കിൽ 8 വർഷങ്ങൾക്ക് ശേഷം 17 മാർക്ക് കൂട്ടി നൽകിയിരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ നൽകിയ പരാതിയിലാണ് നടപടി. ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും അശാന്തമാവുകയാണ്. അക്രമ സംഭവങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ സംഘർഷം വ്യാപിക്കുന്നതിനിടെ മുഖ്യമന്ത്രി ബൈരേൻ സിംഗ് ഗവർണർ L ആചാര്യയുമായി കൂടിക്കാഴ്ച നടത്തി. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ഒരു വലിയ ഇടവേള ഉണ്ടായിരുന്നു ഈ അക്രമ സംഭവങ്ങൾക്കിടയിൽ. കാരണം മണിപ്പൂരിൽ വലിയ കലാപം സംഭവിച്ചു, 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ കലാപബാധിതമായിരുന്ന പ്രദേശങ്ങളിലല്ല, ശാന്തമായിരുന്ന മറ്റു പല മേഖലകളിലാണ് ഇപ്പോൾ കുക്കി സമുദായം ഒപ്പം 2 പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്നാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? സുവി കേൾക്കാമോ? സുവിയുടെ ഫോണിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മണിപ്പൂരിൽ വലിയ കലാപം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് മണിപ്പൂരിൽ സുവി കേൾക്കാമെങ്കിൽ എൻ്റെ ചോദ്യം കേട്ടിരുന്നോ? പറഞ്ഞോളൂ. എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, മണിപ്പൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംഘർഷം ഭരിതമാവുകയാണ്. ഇന്നലെയും വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെയുണ്ടായ അക്രമത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതോടെ ഇത്തവണ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ വരുന്നത്. മെയ്തേയ് വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. റോക്കറ്റ് ആക്രമണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വയോധികനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയതിന് തുടർന്നാണ് ഇത്തവണ സംഘർഷം ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ മണിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും മണിപ്പൂരിലെ സർക്കാർ, മുഖ്യമന്ത്രി ബൈരേൻ സിംഗ് ഗവർണറെ കാണുകയും ഈ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊരാവശ്യം ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഗവർണറെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തോതിലുള്ള, അതായത് ഈ അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത് എന്നൊരു വിശദീകരണവും അഭ്യൂഹവും വരുന്നുണ്ട്. എന്നാൽ BJP ഇതെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി രാജിവെക്കില്ല എന്നാണ് BJP അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തു. മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 6ഓളം മന്ത്രിമാരും 24ഓളം MLA-മാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ ക്രമസമാധാന നില വഷളാകുന്നതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മണിപ്പൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അക്രമ സംഭവങ്ങൾ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ 254 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇത്തവണ ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനോടകം തന്നെ 9ആയി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ അരീന സബലേങ്കയ്ക്ക് കിരീടം. വാശിയേറിയ പോരാട്ടത്തിൽ USന്റെ ജെസിക്ക പെഗുലയെ കീഴടക്കിയാണ് ബെലാറൂസ് താരം സബലേങ്ക കിരീടം സ്വന്തമാക്കിയത്. സ്കോർ 5-7, 5-7. 2 സെറ്റിലും പിന്നിൽ നിന്ന ശേഷമാണ് സബലേങ്ക തിരിച്ചടിച്ചത്. ആർദറാഷ് സ്റ്റേഡിയത്തിൽ ആർത്തിരമ്പിയ US ആരാധകരെ സാക്ഷി നിർത്തി ടൈ ബ്രേക്കർ പോരാട്ടത്തിലാണ് 2 സെറ്റുകളും സബലേങ്ക പിടിച്ചെടുത്തത്. ഇടവേളയ്ക്ക് ശേഷം തുടരും.
ബംഗളൂരുവിലെത്തിയ വാർത്താരംഭം തുടരുന്നു. നടനും MLAയുമായ മുകേഷിനെതിരായ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ സർക്കാരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഭരണപക്ഷത്തെ MLA ആണ് മുകേഷ്. അവിടെ പ്രത്യേക സംഘം മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാടെടുക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളമാണ്? രഞ്ജിത്ത്, ഈ വരുന്ന 10-ാം തീയതി, അതായത് മറ്റന്നാൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നീക്കിയ ഭാഗം ഉൾപ്പെടെയുള്ള എല്ലാം ചേർത്ത് ഈ ഹൈക്കോടതിക്ക് മുൻപാകെ സീൽ വെച്ച് കവറിൽ സബ്മിറ്റ് ചെയ്യണം എന്നൊരു ഉത്തരവുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തിന് വലിയ പ്രയോറിറ്റി ഉണ്ട്. കാരണം മൊഴിയിൽ നീക്കം ചെയ്ത പേജുകളിൽ ആർക്കെതിരെയൊക്കെയാണ് ആരോപണങ്ങളുള്ളത്, ഇത്തരം സാഹചര്യങ്ങളൊന്നും വ്യക്തമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, അതിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം വന്നത് 19 പേജുണ്ടോ ഈ വിധി ന്യായത്തിന്. അത്രയും, അതായത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഒരു കേസിൽ ഇത്രയേറെ വിചാരണ ഘട്ടത്തിലാണെങ്കിലൊക്കെയാണ്, അല്ലാതെ ഇത്തരത്തിൽ ഇത്രയും വലിയ നീണ്ട ഒരു വിധി പകർപ്പിന്റെ ആവശ്യം എന്താണ് എന്നും സർക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് ജഡ്ജ് ഹണിയം വർഗീസിൻ്റെതാണ് മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി. ഈ വിധി പകർപ്പിനകത്താണ്, വിധിന്യായത്തിലാണ് ഇത്തരത്തിൽ ആകെ അതിൽ ക്ലോസ് വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, 1 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യം, അതുപോലെ കേരളം വിട്ടു പോകാൻ പാടില്ല, അന്വേഷണവുമായി സഹകരിക്കണം. ഇതൊക്കെ സാധാരണ എല്ലാ ജാമ്യ വ്യവസ്ഥയ്ക്കും വെക്കുന്ന അത്ര കഠിനമായ വ്യവസ്ഥകളൊന്നുമല്ല. ഇതൊക്കെ സാധാരണ ജാമ്യ വ്യവസ്ഥയ്ക്ക് മുൻപോട്ട് വെക്കുന്ന വ്യവസ്ഥകളൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ കഠിനമായ വ്യവസ്ഥകളൊന്നും വെക്കാതെ തന്നെ എങ്ങനെ ബലാത്സംഗം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം, അതായത് ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ ചില നിരീക്ഷണങ്ങൾ കൂടി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് മാത്രമല്ല, ഈ ജസ്റ്റിസ് ഹണിയം വർഗീസിന് എതിരെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതി വരികയും അനിൽ അക്കരെ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇത് കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി ഇങ്ങനെയാണ്: ഹണിയം വർഗീസ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്, MM വർഗീസിന്റെ മകളാണ്. ഇത്ര അടുത്ത ബന്ധമുള്ള, അതായത് CPM-മായി മാത്രമല്ല, തൃശ്ശൂരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആൾ കൂടിയാണ്. CPM-ന്റെ ടിക്കറ്റിൽ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആൾ കൂടിയാണ് ഹണിയം വർഗീസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് ജഡ്ജ് ഹണിയം വർഗീസ് ആയിരിക്കെ മുകേഷിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ CPM-ന്റെ ഇടപെടൽ, പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ അനിലക്കരെ ഒരു പരാതി നൽകിയത് നിലനിൽപ്പുണ്ട്. മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ 3 തവണ മെമ്മറി കാർഡ് പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഹണിയം വർഗീസിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്ന അന്വേഷണ ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് ആ കാലഘട്ടത്തിൽ അതിജീവിത പരാതി നൽകിയിരുന്ന ഒരു സാഹചര്യം കൂടി ജഡ്ജിനെതിരെയുണ്ട്. ഇങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജഡ്ജി തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതെന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വിധി പകർപ്പിൽ ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് കഠിനമായ ബലാത്സംഗ കുറ്റത്തിന് 15 വർഷം മുൻപുള്ള ഒരു കേസിനെ ആയാലും അടുത്ത ദിവസങ്ങളിൽ നടന്നതായാലും അതിന് അതിൻ്റെതായ പ്രാമുഖ്യം നൽകണം. അതിജീവിതയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നൊരു ചൂണ്ടിക്കാട്ടൽ കൂടി സർക്കാർ കാണിച്ചിട്ടുണ്ട്. കാരണം
അതിജീവിത പറയുന്ന ഡേറ്റുകൾ തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ ഡേറ്റ് ഒന്നാണ്, അതുപോലെ തന്നെ മൊഴിപ്പകർപ്പിൽ പറഞ്ഞ ഡേറ്റ് വ്യത്യസ്തമാണ് എന്നൊരു നിരീക്ഷണം കൂടി ജഡ്ജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്തരമുള്ള ഒരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് ഇത്ര വിശദമായ ഒരു വിചാരണയുടെ ആവശ്യമില്ല എന്നും മാത്രമല്ല ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കാണിച്ച് SIT ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതായാലും സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ, സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിരവധി സംശയങ്ങൾ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശിയായ ഒരു ഓട്ടോ ഡ്രൈവർ കഴിഞ്ഞ മാസം ലഭിച്ച വൈദ്യുതി ബില്ല് കണ്ട് ഷോക്കേറ്റ അവസ്ഥയിലാണ്. ഇടിമിന്നലേറ്റ് എർത്തുവയറിലൂടെ വൈദ്യുതി മണ്ണിലേക്ക് പ്രവഹിച്ചതിന് ബില്ലടയ്ക്കേണ്ട ഗതികേടിലാണ് ഈ ഹതഭാഗ്യൻ. 650 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീടിന്റെ ഉടമയായ ഓട്ടോ ഡ്രൈവർക്ക് 7500 രൂപയിലധികമാണ് കഴിഞ്ഞ തവണത്തെ വൈദ്യുതി ബില്ല്. എത്രയും പെട്ടെന്ന് പണം അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കും എന്ന നിലപാടിലാണ് KSEB. ഇത് ഓട്ടോറിക്ഷ തൊഴിലാളിയായ സേവ്യർ. ഇദ്ദേഹം വരുന്നത് ഉറിയകോട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ആശങ്ക, അത് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരായ ആളുകളെയും ബാധിക്കുന്ന ഒരു ആശങ്കയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് കഴിഞ്ഞ മാസം KSEBിൽ നിന്ന് ലഭിച്ച വൈദ്യുതി ബില്ലാണ്. 650 സ്ക്വയർ ഫീറ്റ് മാത്രം ഉള്ള ഒരു വീട്ടിൽ വന്നിരിക്കുന്ന വൈദ്യുതി ബില്ലാണ് 7779 രൂപ. ഈ ഓട്ടോ ഓടിച്ചാണ് ഇദ്ദേഹം നിത്യച്ചെലവിനുള്ള വക കണ്ടെത്തുന്നത്. ആ മനുഷ്യനോട് തൻ്റേതല്ലാത്ത കാരണത്താൽ വൈദ്യുതി ബോർഡിന് സംഭവിച്ച ഒരു പിഴവിന് 7769 രൂപ വൈദ്യുതി നിരക്കായി അടിയന്തരമായി നൽകണം, അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് കാരണമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. എന്താണ് ഇങ്ങനെ ഒരു ഇത്രയും ബില്ല് കിട്ടാനുണ്ടായ കാരണം എന്താണ്? അന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് 3 മാർച്ചിക്ക് മുമ്പ് അവിടെ ശക്തമായ ഇടിമിന്നലുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിന്റെ DP കത്തി അതിന്റെ ഷോർട്ട് സർക്യൂട്ട് എർത്ത് ഒരു ഭൂമിയിലേക്ക് പോയതായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഈ സമയത്തും ഇത് കത്തി ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു. അക്കാരണത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനോ മറ്റു കാര്യമൊക്കെ പോകുന്നില്ല. മീറ്റർ റീഡിംഗ് എടുക്കാവുന്ന ആളാണ് നിങ്ങൾ ബോർഡിൽ നിന്ന് ഇതുപോലെ കത്തിയിരിക്കുന്നത് കാണുന്നതും ഭൂമിക്കടിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത്. അതായത് കറണ്ട് വീട്ടിലെ ഒരു ഉപകരണത്തിലോട്ട് വരുന്ന പോലെ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്റെ ചെവിലാണ്. എന്നിട്ട് അവിടെ വന്ന് പ്രശാന്ത് സാർ എന്നുള്ള സാർ വന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ കംപ്ലൈന്റ് ആണ്, എന്റെ വയറിങ്ങിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എന്റെ വീട്ടിനകത്ത് എന്റെ ചെവിൽ കൂടെയാണ് എടുത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ടും ബിൽ പേയ്മെന്റ് ചെയ്യാൻ. ഇത് രണ്ടും കൂടെ ഇത് ഒന്നും അല്ലാത്ത രീതിയിൽ ഭൂമിക്കടിയിലേക്ക് എടുത്തു പോകുന്നതിന് ഞാൻ എന്ത് പിടിച്ചെന്നുള്ളത് എനിക്കറിയില്ല. അതിന് ഉത്തരം എക്സിക്യൂട്ടീവ് ഓഫീസർ അടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നു, നിങ്ങൾ ബില്ല് അടയ്ക്കുക, ബാക്കി കാര്യം ഈ ബില്ല് 800 രൂപ നിങ്ങൾ അടച്ചേ പറ്റൂ, ഇല്ലാത്ത ദിവസം ഡിസ്കണക്റ്റിംഗ് ആയിട്ട് അത് പോകും. അവർക്ക് ഇത് അടച്ചില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വൈദ്യുതി ഇങ്ങനെ ഈ ഭൂമിക്കടിയിലേക്ക് പോകുന്ന കാര്യം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ അറിയുന്നത് ഈ ഇലക്ട്രിക് ബില്ല് എടുക്കാമെന്ന് നാൾ വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അതുകൂടെ മീറ്റർ റീഡിംഗിൽ വന്നു കയറി പോയി. അങ്ങനെയാണ് ഈ വലിയ ബില്ല് വന്നത്. അപ്പൊ നിങ്ങൾ ഇത് അടയ്ക്കൂ? ഞാൻ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാറേ ഞാൻ നേരെ തുമ്പിട്ട് ആരും കണ്ട് എങ്ങനെയൊന്ന് നീട്ടിക്കിട്ടിയെങ്കിലും ഞാൻ കുറച്ച് അടച്ചത്. ഒരു സാവകാശം കിട്ടിയില്ലെങ്കിൽ അടച്ചത്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സംശയം, എന്റേതല്ലായ കാരണത്തിന് എന്തിനു വേണ്ടിയാണ് ഞാൻ ബില്ല് അടയ്ക്കുന്നത്? എന്റെ ഗാർഹിക ആവശ്യത്തിന് എടുത്തിട്ടുള്ള വൈദ്യുതിയാണ് കൃത്യമായിട്ട് ഞാൻ അടയ്ക്കാൻ തയ്യാറാണ്. ഇല്ലാത്ത പക്ഷെ ഞാൻ വ്യക്തഭൂമി അവരുടെ എന്താണ് ഇത് കംപ്ലൈന്റ് എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഇത് ഒന്നീ ലൈറ്റനിങ് ഉണ്ടായിട്ടാണോ എന്ത് കാരണം പോലും ഒരു കാരണം പോലും പറയാൻ ബില്ല് അടയ്ക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉറിയാക്കോട് പൂവച്ചൽ ഞാൻ ആലുംകുഴി, ഉറിയാക്കോട് ആലുംകുഴി. ഓക്കെ, അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ഇത് ആർക്കാണ് പരാതി? ഓംബുഡ്സ്മാനാണോ? ഞാൻ റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് സാറും അദാലത്ത് കാര്യങ്ങളോട്ട് തിരക്കായതുകൊണ്ട് ആ കേസ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അല്ല, അപ്പൊ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, അവിടെ ആളില്ല. അപ്പൊ എനിക്ക് 10-ാം തീയതിക്ക് മുമ്പ് എങ്ങനെ ഒരു സ്റ്റേ ഓർഡറെങ്കിലും കിട്ടിയ ഒരു ഉപകാരമായിരുന്നു. അല്ലെ നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ പോകും. വൈദ്യുതി കണക്ഷൻ 10-ാം തീയതി പോകും. അടയ്ക്കാൻ നിവൃത്തിയില്ല സാർ. 2 പിള്ളേർ ബിടെക്, ഒരാൾ BSc ഫോറൻസിക് പഠിച്ച് അങ്ങനെ പോകുന്നതാണ്. ഇതെല്ലാം വേറെ വരുമാന മാർഗ്ഗമില്ല. ഓക്കെ, എന്തായാലും ഈ വാർത്ത കാണുന്ന KSEB ഉദ്യോഗസ്ഥരോടാണ്, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരിക്കാം, ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ കാണും. പക്ഷേ ഇതുപോലെ സേവ്യറിനെ പോലുള്ള സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന ഇത്തരമുള്ള നടപടികൾ അതൊന്ന് നിർത്തിവെക്കുന്നത് നല്ലതായിരിക്കും. കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു ക്രൂരത വേണമെന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം. എന്നിട്ട് സാവകാശം കൊടുത്താൽ അദ്ദേഹം ഈ 7779 രൂപ അടയ്ക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ നടക്കുന്ന സാധാരണക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ട് മാറും. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, News 18.
മറ്റു വാർത്ത, വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചാൽ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് പാലക്കാട്ടെ കർഷകർ. ജലസേചനത്തിന് മോട്ടോർ ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി വർദ്ധിച്ചാൽ കടക്കണിയിലേക്ക് നീങ്ങുമെന്നും കർഷകർ പറയുന്നു. വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതിനായുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗിൽ പാലക്കാട്ടെ കർഷകർ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. നെൽകൃഷി തുടരണോ നിർത്തണോ എന്ന് KSEBയും കമ്മീഷനും തീരുമാനിക്കണമെന്ന് കർഷക സംഘടനകൾ സിറ്റിംഗിൽ ആവശ്യപ്പെട്ടിരുന്നു. പാടത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടോർ പ്രവർത്തിക്കുന്നത് വൈദ്യുതിയിലാണ്. വേനലിൽ ജലസേചനത്തിന് കുഴൽ കിണറുകളെ ആശ്രയിക്കുന്ന കർഷകർക്കാണ് ഏറെ തിരിച്ചടി ഉണ്ടാവുക. ആകെ നെൽകൃഷി പറഞ്ഞ ആകെ നഷ്ടത്തിലാണ്. നെല്ലിൻ്റെ വിലയും എല്ലാം അനുവദികമായിട്ട് കൂടണമെന്നില്ല, ഭയങ്കര കൂലിച്ചെലവും കൂടുതൽ. അതിനിടയിലാണ് ഈ ഇലക്ട്രിസിറ്റി വർധനവ് വന്നിരിക്കുന്നത്. ഫ്രീ ആണെങ്കിലും അഡീഷണൽ ആയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കണം, അതടയ്ക്കണം, സീഡിൻ്റെ ബാലൻസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ആകെ കൃഷി നഷ്ടം. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ആകുമ്പോഴേക്കും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ലെവലിലാണ് പോണത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കർഷക കുടുംബങ്ങൾക്ക് 100 യൂണിറ്റ് വരെ സൗജന്യമായി വൈദ്യുതി നൽകുമ്പോഴാണ് KSEBയുടെ കൊള്ള. കാർഷിക പ്രതിസന്ധി കണക്കിലെടുത്ത് കർഷകർക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. ഇടവേള. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും കുടിവെള്ളം മുടങ്ങി. തുടർച്ചയായ 4ാം ദിവസമാണ് വെള്ളം മുടങ്ങുന്നത്. പ്രതിസന്ധി ഇന്ന് പരിഹരിക്കുമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, കുറഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കുടിവെള്ള പ്രശ്നമുണ്ട് നഗരത്തിൽ. ഇന്ന് അത് പരിഹരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഇന്നും പരിഹാരമുണ്ടാകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്ന് പരിഹരിക്കുന്ന ഔദ്യോഗികമായ വിശദീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ഇത് അടുത്തിടെ ആദ്യമായിട്ടാണ് തുടർച്ചയായി ഇങ്ങനെ 4 ദിവസം കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഫ്ളാറ്റുകളിലേക്കും മറ്റും ഈ കോർപ്പറേഷന്റെ പൈപ്പുകളിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളമേ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ്. അതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇന്ന് രാവിലെ മുതൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന വിശദീകരണമായിരുന്നു ഇന്നലെ ലഭിച്ചത്. പക്ഷേ ഇതുവരെയും അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതാണ് ഈ വലിയ തരത്തിൽ ഈ കുടിവെള്ളം കിട്ടാൻ കഴിയാത്ത തരത്തിൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം. അതായത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലടക്കം കുടിവെള്ളം കിട്ടാത്തത് വലിയ തരത്തിൽ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന ഒരു തരത്തിലേക്ക് തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്നും ഇന്ന് തന്നെ കുടിവെള്ളം ലഭ്യമാക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ. ഇന്ന് തുടർച്ചയായ 4ാം ദിവസമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അടൂർ ഏനാദിമംഗലം പഞ്ചായത്തിലെ എളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. പാരിസ്ഥിതിക പഠനം നടത്താതെ ജനവാസ മേഖലയിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും നിലപാട്. കഴിഞ്ഞ ദിവസം ഹിയറിംഗിനെത്തിയ IMA ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഏനാദിമംഗലം പഞ്ചായത്തിൽ ഒരു കാരണവശാലും ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് പഞ്ചായത്തും നാട്ടുകാരും ഇപ്പോൾ ഉള്ളത്. കടുത്ത എതിർപ്പുകളാണ് വിവിധ കോണുകളിൽ നിന്നും ഇത് സംബന്ധിച്ച് വരുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയും ഈ ബയോമെഡിക്കൽ പ്ലാന്റിനുണ്ട്. പക്ഷേ ആ അനുമതി വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതായത് IMA, ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്ലാന്റ് ജനവാസ മേഖലയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് നാട്ടുകാരും പഞ്ചായത്തും. കാരണം പരിസ്ഥിതിയെ സംബന്ധിച്ച് വേണ്ടത്ര പഠനം നടത്താതെ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്, കൊണ്ടുവന്ന് ടൺ കണക്കിന് മാലിന്യങ്ങൾ കൊണ്ട് സംസ്കരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാകുന്നതാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ഹിയറിങ്ങിലും ജനപ്രതിനിധികളടക്കം ഈ പദ്ധതിയെ എതിർത്തുകൊണ്ടതാണ് രംഗത്ത് വന്നത്. IMA ഉദ്യോഗസ്ഥർ ഇന്നലത്തെ ഹിയറിങ്ങിൽ പങ്കെടുത്തെങ്കിലും അവരുടെ റിപ്പോർട്ട് പോലും, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലും അവതരിപ്പിക്കാൻ കഴിയാതെയാണ് അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് അനുമതി നൽകത്തില്ലെന്നും പഞ്ചായത്തും വ്യക്തമാക്കിയിരിക്കുന്നു. അത്തരത്തിലൊരു എതിർപ്പ് വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഈ ഇത്തരത്തിലൊരു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് IMAയുടെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാരണം പാലക്കാട് സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്ലാന്റ്, ബയോമെഡിക്കൽ പ്ലാന്റ് 10 വർഷമായി പ്രവർത്തിക്കുന്നു. ആ പരിസരത്തും അവിടെ പ്രദേശങ്ങളിലൊന്നും മാലിന്യം
മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിൽ ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റാണ് സംസ്കരിക്കുന്നത്. കേവലം 30 ടൺ മാലിന്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസ്കരിക്കാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നത്. അതിന് നാട്ടുകാരുടെ എതിർപ്പുകളുണ്ടായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ അത് സർക്കാരാണ് മറുപടി പറയേണ്ടത്. അക്കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മറ്റ് രീതിയിലുള്ള പ്രതികരണത്തിനൊന്നും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. എന്തായാലും ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ ഈ പ്ലാന്റിൻ്റെ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് IMA ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാരാണ് ഇതിന് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നാണ് IMA ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഈ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും പഞ്ചായത്തും. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കോട്ടയം ചാലുകുന്നിലെ പഴയ തടി ഉപകരണങ്ങൾ വിൽക്കുന്ന ഫർണിച്ചർ കടയിൽ തീപിടുത്തം. രാവിലെ 6:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. CCTVയുടെ വയറിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കടയുടെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പാലക്കാട് കുലുക്കല്ലൂരിൽ എക്സൈസ് സംഘത്തെ കണ്ട് പുഴയിൽ ചാടിയ 17-കാരൻ്റെ മൃതദേഹം കിട്ടി. വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസുവിൻ്റെ മകൻ സുഹൈറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് നരിമടയ്ക്ക് സമീപം പരിശോധനയ്ക്ക് വന്ന എക്സൈസ് സംഘത്തെ കണ്ട് സുഹൈൽ പുഴയിൽ ചാടിയത്. പിന്നീട് കാണാതാവുകയായിരുന്നു. ഇന്ന് ചൂണ്ടപ്പറ്റ നാട്യമംഗലം ഭാഗത്തു നിന്നാണ് മൃതദേഹം കിട്ടിയത്. കോഴിക്കോട് സ്വദേശി പ്രകാശൻ്റെ വീട്ടിൽ എന്നും വരും 100 കണക്കിന് അതിഥികൾ. ആ വരവ് പതിവായപ്പോൾ പ്രകാശൻ്റെ വകയായി ഈ അതിഥികൾക്കുള്ള പ്രഭാത ഭക്ഷണവും ഒരുക്കി. കാണാം ഈ അപൂർവ സൗഹൃദം. നമ്മുടെയൊക്കെ വീട്ടിൽ അതിഥികൾ വരാറുണ്ടല്ലേ? എന്നാൽ ഡെയിലി കൃത്യസമയത്ത് വരുന്ന അതിഥികളെ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് പ്രകാശേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ അതിഥികൾ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും അവരെ കാണാനുമാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് മാളിക്കടവിലെ പ്രകാശൻ. പ്രകാശന്റെ ചൂളം വിളിക്കായി കാതോർത്ത് കാത്തിരിക്കുകയാണ് ഈ അതിഥികൾ. കഴുകി വൃത്തിയാക്കിയ നെല്ല് വിളമ്പി പ്രകാശൻ ചൂളം വിളിക്കുന്നതോടെ അതിഥികൾ ഇങ്ങനെ പറന്നെത്തും. അതിഥികൾക്ക് ഭക്ഷണം നൽകാനായി പ്രത്യേകം സ്ഥലവും പ്രകാശൻ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വളർത്തു തത്ത ഉണ്ടായിരുന്നു. ആ തത്തേൻ്റെ അടുത്തേക്ക് 1-2 തത്ത വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിനും നെല്ലിട്ട് കൊടുക്കാൻ പെണ്ണ് ഭാര്യനോട് പറഞ്ഞാൽ കുറച്ച് പുറത്ത് നെല്ല് കൊടുത്തോളേണ്ടിയതാണ്. അപ്പോൾ അങ്ങനെ അവൾ പുറമേ നെല്ല് വെച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പം പുറത്ത് നിന്ന് തത്ത കൂടി വന്നു. പിന്നെ ഒരു 10-50-60 ആയപ്പോൾ തത്ത എന്തോ കാരണവശാൽ കൂട്ടുകളിൽ മിസ്സായി. പക്ഷെ എന്നാലും ഐറ്റങ്ങൾ വരലുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് മറ്റേറ്റങ്ങളുണ്ട്. അതിൽ ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ തത്ത ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും അതിനെ കൊണ്ടല്ല കേട്ടോ നെല്ല് കൊടുക്കുന്നത്. ഐറ്റങ്ങൾ വരുന്നതിനെ കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സ്നേഹവിരുന്നിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നേരത്തെ വീട്ടിലുണ്ടായിരുന്ന തത്തയോട് കൂട്ടുകൂടാൻ എത്തിയതാണിവർ. സ്വന്തം തത്തയ്ക്കൊപ്പം അതിഥികളായി എത്തിയവർക്കും പ്രകാശൻ ഭക്ഷണം നൽകി. രാവിലെ ഏകദേശം 6 മണിക്കാണ് തത്ത വന്നുകൊണ്ടേ നിൽക്കും. 6 മണി 6:10 ആകുമ്പോഴത്തെ തെങ്ങിന് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അത് നിങ്ങൾ വരുന്ന സമയത്ത് നിന്ന് ടൈം കറക്റ്റ് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. 6:10 ആകുമ്പോഴത്തെ നെല്ല് ഞങ്ങൾ കഴുകി 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ നെല്ല് ഇതിൻ്റെ ഇതിലിടെ ഏറ്റെടുക്കുക. ട്രയല്ല, പൈപ്പാണ്, ഇരുമ്പിൻ്റെ ഒരു പൈപ്പ്. അപ്പോൾ ഏകദേശം 4 കിലോ നെല്ലിൻ്റെ അടുത്ത് രാവിലെ വേണം. പിന്നെ വൈകുന്നേരം ഒരു 2 കിലോ അത് വേണം. വൈകുന്നേരം ഇത്ര തത്തി ഉണ്ടാവില്ല. പ്രകാശനും കുടുംബത്തിനും ഇവർ അതിഥികളല്ല, സ്വന്തം മക്കളെ പോലെയാണ്.
രാവിലെയും വൈകിട്ടും നെല്ലിന് പുറമെ പഴവും പയറും ഒക്കെ നൽകുന്നുണ്ട്. വീടിൻ്റെ പെയിന്റ് എന്ന് പറഞ്ഞാൽ തത്തൊക്കെ ഒരു കളർ കറക്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് പച്ച പെയിന്റ് തന്നെ അടിച്ചത്. നല്ല ഒരു ലൈറ്റായിട്ടുള്ള കളർ പെയിന്റ് അടിച്ചത്. അതുകൊണ്ട് ഒരു രസമാണ്. തത്തൊക്കെ വീടിൻ്റെ ആൾക്കാർക്ക് പറയലുണ്ട്, ഞങ്ങളങ്ങനെ ഐറ്റിങ്ങൊക്കെ ഒരു വിരുന്നെത്തുന്ന അതിഥികളുമായൊത്തുള്ള നിമിഷങ്ങൾ പകർത്തി നിധി പോലെ സൂക്ഷിച്ചു വെക്കാറുണ്ട് പ്രകാശൻ. വർഷങ്ങളായി അതിഥികളെ ഊട്ടുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല പ്രകാശൻ. ഇനിയും അതങ്ങനെ തന്നെ. ന്യൂസ് 18 കോഴിക്കോട്. ഗുരുവായൂരിൽ നിന്ന് 354 വിവാഹങ്ങൾ. ഇത്രയും വിവാഹം ഒരു ദിവസം നടക്കുന്നത് ഇതാദ്യമാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് ഗുരുവായൂരിൽ ഒരുക്കിയിരിക്കുന്നത്. രാജു ഗുരുവായൂരുണ്ട്. രാജു, 354 വിവാഹങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രനഗരം പൂർണ്ണമായും അതിനുള്ള ഒരുക്കത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിലാണ്. ഗുരുവായൂർ ഏകദേശം 350-ലേറെ വിവാഹങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ 100 വിവാഹങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ഏറ്റവും കൂടുതൽ 6 കല്യാണ മണ്ഡപങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ക്ഷേത്രനടയിൽ ആകെ 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ 2 കല്യാണ മണ്ഡപം കൂടെ അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ വിവാഹങ്ങൾ നടക്കുന്നത്. വിവാഹത്തിനെത്തിയ എല്ലാ ടീമുകളും ഇതിന് സമീപം തയ്യാറാക്കിയിട്ടുള്ള നടപ്പന്തലിൽ, പ്രത്യേക പന്തലിൽ വിശ്രമിക്കുകയാണ്. അവിടെ നിന്നും ഓരോരുത്തരെയായിട്ടാണ് ടോക്കൺ കൊടുത്ത് ഇവിടേക്ക് കടത്തിവിടുന്നത്. ഈ കടത്തിവിടുന്നിടത്ത് ആകെ 24 പേരെ മാത്രമേ കടത്തിവിടുള്ളൂ, കല്യാണ മണ്ഡപത്തിലേക്ക് കടത്തിവിടുള്ളൂ. ബാക്കിയുള്ള ബന്ധുക്കൾക്ക് മുഴുവൻ കല്യാണം കാണാനും വിവാഹം കാണാനായിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഓരോരുത്തരുടെയായി ചോദിച്ചറിയാം. 2 മണ്ഡപവും കൂടി ഇട്ടുമല്ലോ, അതുകൊണ്ട് അത് കൂടാതെ 5 മണിക്ക് തുടങ്ങേണ്ട വിവാഹം തന്ത്രിയുടെ അനുമതിയോട് 4 മണിക്ക് തന്നെ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ 95-ന് മുകളിൽ കല്യാണം ഇപ്പോൾ പോയി, ഇപ്പോൾ 100-ലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ മാത്രമല്ല ഇത് നമ്മുടെ ദീപസ്തംഭം തൊഴാൻ വരുന്ന ഭക്തർക്ക് പ്രത്യേകിച്ചൊരു ട്രാക്ക് കൊടുത്തിട്ട് അവരെ ഈ നടയിലൂടെ കടത്തിവിടാതെ കൊണ്ട് നടയിലെ തിരക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണ്. എല്ലാ മണ്ഡപങ്ങളിലേക്കും യഥാസമയം വധുവരം കടത്തിവിടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്ര സമയം പിടിക്കും ഒരു കല്യാണത്തിന്? 5 മിനിറ്റിൽ താഴെയായിട്ടേ പിടിക്കുള്ളൂ. 5 മിനിറ്റിൽ താഴെയായിട്ടേ പിടിക്കുള്ളൂ. സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. 6 മണ്ഡപം ഉണ്ടല്ലോ. 6 മണ്ഡപത്തിൽ വരുന്ന പാർട്ടികൾക്ക്, കല്യാണത്തിന്റെ കൂടെ വരുന്ന പാർട്ടികൾക്ക് ഇവിടെ അതായത് പ്രത്യേകിച്ച് സജ്ജമാക്കിയ പട്ടരകോളത്തിന്റെ വടക്ക് ഭാഗത്ത് സജ്ജമാക്കിയ ആ പന്തലിലാണ് എല്ലാവരും ആദ്യം വരുന്നത്. അവിടുന്ന് ഓരോ ടീമിനെയായിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് കടത്തുന്നു. അവിടുന്ന് ഓരോ മണ്ഡപത്തിലേക്ക് കടത്തിവിടുകയാണ്. നമുക്കിവിടെ കാണാം 6 കല്യാണ മണ്ഡപങ്ങളാണ് ഇവിടെ വിവാഹത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ 4 കല്യാണ മണ്ഡപങ്ങളായിരുന്നു കിഴക്കേ നടയിൽ ഉണ്ടായിരുന്നത്. 2 എണ്ണം ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് 1, 2, 3, 4 കൂടാതെ 2 എണ്ണം ഫ്രണ്ടിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്രകാരമാണ് ഈ കല്യാണത്തിനുള്ള ക്രമീകരണത്തിൻ്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്ക് ഈ കല്യാണ മണ്ഡപങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ കല്യാണ മണ്ഡപങ്ങളും കൃത്യമായിട്ട് ദേവസ്വം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളും ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പൊന്നോണക്കാലം. ഓണക്കാലം കഴിഞ്ഞുള്ള ക്ഷേത്രോത്സവാഘോഷങ്ങൾക്ക് ഫ്ലോട്ടുകൾ നിർമ്മിച്ചു നൽകാനുള്ള തിരക്കിലാണ് ശിവജി എന്ന കലാകാരൻ. കൊല്ലം പെരിനാട് സ്വദേശി ശിവജി വർഷങ്ങളായി പുരാണ കഥാസന്ദർഭങ്ങളെ ആധാരമാക്കിയാണ് ഫ്ലോട്ടുകൾ നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണം മുതൽ ഇലക്ട്രിക്കലും സൗണ്ട് മിക്സിങ്ങുമെല്ലാം ശിവജിയാണ് ചെയ്യുന്നത്. സഹായത്തിനായി കുറച്ച് പണിക്കാരുമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഉത്സവാഘോഷങ്ങൾക്ക് മിഴിവേകുന്നതാണ് നിശ്ചല ദൃശ്യങ്ങൾ. ഫ്ലോട്ട് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെയാണ്. കൊല്ലം പെരിനാട് സ്വദേശിയായ ശിവജി എന്നൊരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്ലേക്കകത്ത് ചെയ്ത് പിന്നെ അത് മോൾഡെടുത്ത് അതിൻ്റെ കോപ്പി എടുക്കുക. എന്നിട്ട് ഇതുമായിട്ട് പറയുമ്പോൾ അത് അറിയുന്നവർക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പക്ഷേ 36 വർഷത്തിന് മുമ്പ് ഫൈബറൊന്നുമില്ല. അന്ന് പൾപ്പ് പ്ലാസ്റ്റർ, അത് കഴിഞ്ഞ് ഉള്ള മീഡിയ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ ഒരു 10-20 വർഷമായിട്ട് ഫൈബറാണ്. ഇതാകുമ്പോൾ നമുക്ക് വെയിറ്റ്ലെസ്സാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഇപ്പോൾ ഹൈഡ്രോളിക് ഇരുന്നിട്ട് എണീക്കുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാവും. പക്ഷെ അന്ന് അതൊക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന്ന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പ്ലാസ്റ്റർ പൾപ്പ്, അതാകുമ്പോൾ പൾപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് എണീക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അന്ന് അതൊക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് എന്തും കാണിക്കാവും. ഇപ്പോൾ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നിക്കലായിട്ട് നോക്കുമ്പം ഇത് തന്നെ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ ആയിട്ട് കാണിക്കാവും. ഇപ്പോൾ എന്ത് രൂപം വേണം ചെയ്യാവും. പിന്നെ ഉറപ്പായിട്ട് ചെയ്യാവും. ലൈറ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ലൈറ്റൊക്കെ വെച്ചാൽ നമ്മൾ കണ്ണിൽ ലൈറ്റ്, വായിക്കകത്ത് ലൈറ്റ്, ഇപ്പോൾ ശിവൻ്റെ ഇങ്ങനെയൊക്കെ രാത്രി കാണിക്കുമ്പോൾ വെച്ചാൽ കണ്ണിനകത്ത് ലൈറ്റ് വരും. എന്നാൽ അപ്പോൾ വർക്ക് അത്ര എഫക്റ്റ് ആയിരിക്കും. ശരിക്കും ഒരു ഫ്ലോട്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ എത്ര നാൾ വേണ്ടി വരും? അങ്ങനെ പറയാൻ ഒക്കത്തില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 വർക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചു വർക്കാതെ 1 മാസം കൊണ്ട് ചെയ്യാതെ പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റിനാണ് സമയം പോകുന്നത് മൊത്തം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ചലിച്ച് ചലനം വരുമ്പോഴേ അതിന് സമയം വേണ്ടി വരും. നേരെ വെച്ച് ഇതൊക്കെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ചലനമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തീർക്കാൻ വെക്കും. എണീറ്റിട്ട് ഇങ്ങനെ കൊല്ലുക, അല്ലെങ്കിൽ വെട്ടുക, കുത്തുക, തല കട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പോകേണ്ടി വരും. ഇതിൽ സൗണ്ട് എഫക്റ്റ് നമ്മൾ തന്നെയാണോ? ഞാൻ തന്നെ ചെയ്യുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിമ ചെയ്യുമ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ സൗണ്ട് കൊടുത്തിരിക്കും. നമ്മളതും പഠിക്കണം. കമ്പ്യൂട്ടർ അങ്ങനെ ഞാൻ ഒരു കമ്പ്യൂട്ടർ കൊടുത്തി അങ്ങനെ എന്നുവെച്ചാൽ വർഷങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റുഡിയോ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എനിക്ക് ചെയ്ത് തരത്തില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇത്ര സെക്കൻഡ് കൊണ്ട് ശിവ എണീറ്റിട്ട് ഒരു സീൻ കാണിക്കുമ്പോൾ വെച്ചാൽ അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അവിടെ കഷ്ടപ്പെടണം. സൗണ്ട് സിസ്റ്റം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പഠിക്കണം, എല്ലാം പഠിച്ച് കേൾക്കും. പ്ലംബിങ് ഉൾപ്പെടെ എന്ന് വെച്ചാൽ സകല പണിയും ചെയ്യാൻ ആൾക്കാരുണ്ടോ കൂടെ? ഇല്ല, നമുക്കിതെല്ലാം അറിയാം. സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ വർക്ക് വിടുമ്പോൾ നമ്മൾ ആളിനെ വെച്ച് കേൾക്കത്തുള്ളൂ. മനസ്സിലായി. വർക്ക് വിടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്, പക്ഷേ എങ്കിൽ പോലും കമ്പ്യൂട്ടർ വർക്ക് നമ്മൾ ചെയ്യത്തുള്ളൂ. അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ എന്നുവെച്ചാൽ എഫക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ എണീക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് കൊണ്ട് എണീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശൂലം വെച്ച് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന സാധനമാകുമ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊടുക്കാം. പക്ഷേ നമ്മൾ സ്റ്റുഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വ്യത്യാസം വരും. നമ്മൾ കൊണ്ടുകൊടുത്തിട്ടത് അത്ര കുറയ്ക്കാൻ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം കയറി വരും. അപ്പോൾ പിന്നെ അത് നമുക്ക് അതും പഠിക്കേണ്ടി വരിക. അപ്പോൾ പരിമിതമായ സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്ന അതിശയകരമായ ഫ്ലോട്ടുകൾ ഇവിടെ നിന്നും പിറവിയെടുക്കുന്നത്. ഒരുപാട് ജീവനക്കാരെല്ലാം തന്നെയുണ്ട്. ഇവിടെ ഒരു ജീവനക്കാരിൽ നിന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? പേരെങ്ങനെ? വിനോദ്. ഒളിച്ചിരുന്ന് ഇവിടെ ജോലി ചെയ്യാണ് കേട്ടോ വിനോദ്. വിനോദ്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ശരിക്കും ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ക്ലോത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഫൈബർ എടുത്ത് ക്ലോത്ത് വെച്ചോണ്ടിരിക്കുന്നത്. ഇത് അവസാനത്തെ മിനിക്കോണി? നല്ല അവസാനത്തെ മിനിക്കോണി. ക്ലോത്ത് ചെയ്യുന്ന അവസാനം അല്ലേ? അവസാനമാണ്. ഇതേത് ക്ലോത്താണ് ശരിക്കും പറഞ്ഞത്? എങ്ങനെയാണ് ഇത്? ബനിയൻ ക്ലോത്ത്. 10 വർഷമായി വിനോദ് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ട്. ശിവജി എന്ന കലാകാരനോടൊപ്പമാണ് വിനോദ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും വലിയ സപ്പോർട്ടായിട്ട് തന്നെ കൂടെയുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇതിലൂടെ വാർത്താരംഭം പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി TG സജിത്ത് ചേരും അല്പസമയത്തിനകം. നമസ്കാരം.